അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു മാവിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ അത് വിളവെടുക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചിരുന്നു, നമ്മളെ ഐവറി മാങ്ങ എന്തായി, ഐവറി കായ്ച്ചോ. അപ്പോൾ നമ്മൾ ഐവറി മാങ്ങ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഗ്രീൻ ഐവറിയാണിത്. റെഡ് ഐവറി ഇപ്രാവശ്യം പൂവിട്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പൊതുവെ മാങ്ങകളൊക്കെ കുറവാണ്, എല്ലാവർക്കും അറിയാം. എന്താ കാരണം എന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മൾ മഞ്ഞിനെ കുറ്റം പറയുന്നുണ്ട്, മഴനെ കുറ്റം പറയുന്നുണ്ട്. മഞ്ഞ് കുറവായതുകൊണ്ടാണ്, മഞ്ഞുകാലത്ത് മഴ പെയ്തുകൊണ്ടാണ്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും പൊതുവെ നാടൻ മാവുകൾ മാത്രമാണ് കുറച്ച് പൂത്തത്. അത്യാവശ്യം കുറച്ച് മാങ്ങകൾ മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ റെഡ് ഐവറി, ഗ്രീൻ ഐവറി. ഇനി നമുക്ക് വിളവെടുക്കാനുള്ളത് നമ്മുടെ ചിന്ന രസാലമാണ്, ആന്ധ്രൻ്റെ. അപ്പം അത് ഏകദേശം മൂത്ത് പഴുത്ത് വികൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കണ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചിന്ന രസാലുവിൻ്റെ അടുത്തേക്ക് പോകും. നമ്മളെ വീട്ടിലെ കാലാപ്പാടി എന്തായി എന്നുള്ളത്, വീട്ടിലെ കാലാപ്പാടിൻ്റെ അവസ്ഥയുള്ളത്, അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. നമ്മൾ ആ ഫ്ലവർ ചെയ്ത സമയത്താണ് നമ്മളിങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഈ കൊല്ലത്തെ ഫ്രൂട്ടിന് അത്യാവശ്യം ഒരു 100 മാങ്ങ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതും ഏകദേശം അധികമൊന്നുമില്ല, ഒരു 10-30 മാങ്ങ കയറി വന്നാൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത കൊല്ലം പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ആ ട്രാൻസ്ഫറിൽ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കണ്. കുറേ കമ്പുകളൊക്കെ മുറിഞ്ഞ്, കാരണം വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ വേറെ മരത്തിൻ്റെ ഇത് തട്ടി കമ്പൊക്കെ മുറിഞ്ഞ്, അങ്ങനെയൊക്കെ മൊത്തം കൊണ്ട് എത്താൻ കുറേ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയായിട്ട് മൊത്തം മരം ഒന്ന് പോയി എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ രണ്ടാമത് റിക്കവറി ആയി വന്നിട്ടുണ്ട്. ചട്ടി തന്നെയാണ് ഉള്ളത്. ഇത് നമ്മുടെ ഹുദാദാത്ത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ പൊട്ടിക്കാനായിട്ടുണ്ട്. ഹുദാദാത്ത് മാങ്ങ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പഴുത്തിട്ടുണ്ട് സംഭവം, നല്ല സ്മെല്ലാണ്, അത്യാവശ്യം സൈസുണ്ട്. കുറേ പൂവിട്ടെങ്കിൽ കൂടിയിട്ടും ഒരു മാങ്ങയാണ് പിടിച്ചത്. ഇപ്പോൾ വീണ്ടും പൂവിട്ട് വരുന്നുണ്ട്. അതൊരു ഓൾ സീസണൊന്നുമല്ല, പക്ഷേ എന്താ അറിയില്ല, രണ്ടാമത് പൂവിട്ട് വരുന്നുണ്ട്. ഇതാണ് ഹുദാദാത്ത്. ഇത് നമ്മളെ ബനാന മാങ്കോ ആണ്, ജസ്റ്റ് ആയിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് അതിൻ്റെ സൈസ്. ഇത് മനോരഞ്ജിതം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഒരു മാങ്ങയാണ് ആകെ പിടിച്ചത്. അത്യാവശ്യം പൂവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്വഭാവം തന്നെയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മനോരഞ്ജിതാണിത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മാങ്ങ കണ്ടാലും അറിയാം. ഇതാണ് മല്ലിക. ജസ്റ്റ് മല്ലികേൻ്റെ ഒരു തൈ കണ്ടപ്പോൾ പൂവിട്ടപ്പോൾ ചെറിയൊരു തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. ആണ് മല്ലിക മാങ്ങ. അതെന്തിനാണ് കവറിട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ കവറിട്ടതെങ്കിലും നമുക്ക് കിട്ടിയിട്ടെന്നുള്ളതല്ല. പക്ഷേ ഇതെന്താണ്, ആ ഹുദാദാത്തുമ്മ വല്ലാണ്ട് മൂപ്പര് കയറിയിട്ടില്ല, പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ ബനാന മാങ്കോ ആണ്. ഇതൊക്കെ ബനാന മാങ്കോ ആണ്. ഇതൊക്കെ ചെറിയ തൈമ കാഴ്ചതാട്ടോ, വലിയ തൈമല്ലല്ല. ഇത് ജസ്റ്റ് പൂവിട്ടപ്പോൾ ഞാൻ ഒന്ന് കവറിൽ നിന്ന് എടുത്തുകൊണ്ട് ചെറിയൊരു ഇതിലേക്ക് മാറ്റിയാണ്. പൂവ് കണ്ടപ്പോൾ എല്ലാത്തിമേലും പൂവില്ല, 1-2 പൂവിട്ടപ്പോൾ ചിലതൊക്കെ ചിലർ കൊണ്ടുപോയി. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ, ശരിക്കും ഈ സമയത്ത് ഇതിനെ കായ്പ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഫ്രൂട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കായ്പ്പിച്ചാണ്. ഇത് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് വന്നതാണ്, ഓൺലൈനിൽ ഫസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നതാണ്. ഗോർമുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നത്. എന്ത് മുത്തിയാണെന്നുള്ളത് അറിയില്ല. അങ്ങനെയത് ആയിട്ടില്ല, ശരിക്കും നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അവർക്ക് മാറിയതാണോ, വെറുതെ ലാബിലിട്ട് വന്നതാണോ, എന്താണിത് എന്നൊന്നും ഇപ്പോൾ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഏതാ മാങ്ങ എന്നുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് ചട്ടിയിൽ വെച്ചതാണ്. അത് ഗോർമുത്തി എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നതെന്ന് അതിൻ്റെ ലേബിളുണ്ടായിരുന്നത്. എന്തായാലും മാങ്ങ കഴിച്ചിട്ട് നോക്കാം എന്താണെന്നുള്ളത്. പക്ഷെ നല്ല കായപ്പിടുത്തുള്ള ഒരു ചെറിയ തൈമ തന്നെ അത്യാവശ്യം നല്ല മാങ്ങ കണ്ടമാനം കായ്ച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ അത് കൊഴിഞ്ഞു പോയതാണ്. നമ്മളെ ഇപ്രാവശ്യത്തെ ക്ലൈമറ്റ് ആ ഒരു ചെറിയൊരു ഘടകമാണത്. ഗോർമുതി നമ്മളെ ചിന്ന രസാലു വിളവെടുക്കുകയാണ്.
അപ്പോൾ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഫ്രൂട്ടിങ് ഹാർവെസ്റ്റിംഗ് ടൈമിൽ അതിനെ പ്രൂൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ നെട്ടി വരുന്ന ഭാഗത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം, എന്നാലേ ഇവിടുന്ന് പുതിയ ഷൂട്ടുകൾ വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറയാറ് ഫ്രൂട്ടിങ് ടൈമിൽ നമ്മൾ പ്രൂൺ ചെയ്യണമെന്നുള്ളത്. നമ്മൾ മാങ്ങ മാത്രം പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ആ കമ്പ് അങ്ങനെ നിന്നിട്ട് ഉണങ്ങും. അപ്പോൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ നൂഡിലുണ്ടായതിൻ്റെ മുകളിലായിട്ട്. എന്നാൽ ഇവിടുന്ന് പുതിയ ബ്രാഞ്ചസുകൾ നമ്മൾ പൊട്ടി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പ് ഇങ്ങനെ നിന്ന് ഉണങ്ങിപ്പോവും. ഇതേപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കൂടുതൽ പുറത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടാക്കിയതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ ഷൗട്ട് വരേണ്ട ഭാഗമാണ്. അതിൻ്റെ 1 ഇഞ്ച് താത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നമ്മുടെ ഈ വർഷത്തെ മാവിൻ്റെ വിളവെടുപ്പ്, ചിന്നരസത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. കൊടുവല്ല ചെറിയൊരു വീഡിയോ അവിടെ ഒന്നുണ്ടോ വണ്ടി അവിടെ ഉണ്ട്. ഓക്കെ, ഇല്ല കുഴപ്പമില്ല പറഞ്ഞു. ബനാന ചിക്കുവാണ് പലരും ചോദിച്ചിരുന്നു, നമ്മളിവിടെ കായ്ക്കോ പിടിക്കോ എന്നൊക്കെ. അതിൻ്റെ ടെറസിലുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മളെ ഗസ്റ്റുകൾ വന്ന പോലെ നമ്മളെ ഗാർഡനിൽ സാധാരണ കാണിക്കുന്ന പോലെ നമ്മളെ ഗാർഡനിൽ വിസിറ്റ് ചെയ്യുന്നവരുടെ ഗാലറിയാണ്. അപ്പോൾ അവരുടെ റിവ്യൂ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മളെ ഗോലക്ക് മാംഗോ ആദ്യം നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കി. വലിപ്പം കൂടാണ്ട് നമ്മൾ ഒതുങ്ങണില്ല. ഓക്കെ, താങ്ക് യു. അങ്ങോട്ട് വാ. ഞാൻ മുന്നേ ഒരാഴ്ച മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി സ്കിന്ന് കൊണ്ട് വലിച്ചാൽ മതി. ഇത് നമ്മളെ ഗാർഡൻ കാണാൻ നിങ്ങൾ കോഴിക്കോടല്ലോ പറഞ്ഞേ? കോഴിക്കോട് ഒരു പാവർട്ടി. വരും കയ്യിൽ കൊള്ളാത്തൊരു മാങ്ങയാണ്. ഇതാണ് ഗോലക്ക മാങ്ങ. എങ്ങനെയുണ്ട് മാങ്ങ? അടിപൊളിയാണ്. നിങ്ങളെവിടുന്ന? അതിൽ കിട്ടുള്ളൂ, വളയിക്കോളൂ. മാങ്ങ എങ്ങനെയുണ്ട്? വറുത്തില്ല? അടിപൊളിയാ. ഇന്ത്യൻ മുസംബി പച്ചയിൽ മധുരം ഉണ്ടാവും പറഞ്ഞപ്പോൾ അവർക്കൊരു സംശയം. ഇപ്പം എങ്ങനെയുണ്ട്? പച്ചയാണ്. നിങ്ങളെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറയും. മധുരം വന്നിട്ടുണ്ടോ? അതായത് അതിൻ്റെ ഡബിൾ സൈസ് വരും അത്. അത് ഇനിയൊരു 4 മാസം കൂടെ കഴിയണം അതിൻ്റെ വിളവെടുക്കാൻ. ചിലവർക്ക് പച്ചയിൽ മധുരം ഉണ്ടാവുന്ന പറയുമ്പോൾ ഒരു സംശയമാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി ഇപ്പോൾ അതങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ. നിങ്ങൾ സൈസ് കണ്ടില്ല അതിൻ്റെ ഒരു മാസം മുന്നേ വിരിഞ്ഞ സൈസാണ് ഇപ്പോൾ അത്. കണ്ടോ? പണ്ട് വിരിഞ്ഞ് വരണുള്ളൂ അത്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ?
നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അവിടെ എനിക്കൊരു വീഡിയോയിൽ വരുമായിരിക്കും അല്ലേ? എവിടുന്ന ഞങ്ങള് കോഴിക്കോട് എല്ലാരും കോഴിക്കോട്ടുകാരാണ്. അത് ശരി, പ്രിയപ്പിള്ളാണ്. അത് ശരി, കൊടുങ്ങല്ലൂര്. അപ്പൊ പെരുന്നാള് ദിവസമാണിന്ന്. ഏതായാലും ഒരു ഈദും പാറൊക്കെ ഉണ്ട്. ഓക്കെ ശരി. നമ്മളന്ന് മങ്കടെന്ന് വന്ന ഒരു ഡോക്ടർ ഫാമിലിയാണ്. അവിടെ മങ്കട തന്നെ അല്ലേ ടൗണിൽ? മങ്കട. ഡോക്ടർ പേരെന്താ? നസീറ. കോഴിക്കോടാണ്. ആ, നിങ്ങൾ എവിടുന്നാ വന്നതെന്ന് പറഞ്ഞ്? നിങ്ങൾ എവിടുന്നാ സ്ഥലം? കുറ്റിപ്പാല. റാസ് ഗാർഡൻ കാണാൻ വന്ന ആളുകളാണ്. കാണാനും പ്ലാന്റ് എടുക്കാനൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ്. നമുക്കൊന്ന് വന്ന ഗസ്റ്റുകളാണ്. നിങ്ങളവിടെ പുതിയങ്ങാടി അല്ലേ പറഞ്ഞു? ഇതും പുതിയങ്ങാടി തന്നെ. അന്നാര. ഓക്കെ. നിറയെ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞാണത് നമ്മളെ ഗാർഡൻ കാണാൻ. ഇവിടെ മങ്കട എന്നല്ലേ പറഞ്ഞു നിങ്ങള്? മങ്കടന്ന് വന്നാണ്. ഒരു മാങ്ങയും പൊട്ടിച്ചിട്ടാണ് പോണത് കേട്ടോ. കിട്ടിയില്ലേ? ആ ഓക്കെ ശരി. നമുക്ക് മുക്കത്തുനിന്ന് വന്ന ഫാമിലിയാണ്. റാസ് ഗാർഡൻ ടെറസ് കാണാൻ വന്നവരാ. എന്തായാലും ആ മാങ്ങ ഒന്ന് കഴിച്ചിട്ട് റിവ്യൂ അടിക്കും. നമ്മളെ സ്വർണ്ണരേഖയാണ്. തൊലി കഴിക്കണ്ട, തൊലി കഴിക്കും. നല്ല മധുരം. കഴിക്കും, ഒരു പീസ് കൊടുക്കും. തൊലി തൊലി അങ്ങനെ നടുമുറിച്ച് കൊടുക്കും. തൊലി അതിലിട്ടാളാണ്. തൊലി ചെറിയൊരു കയ്പുണ്ടാവും. നിങ്ങൾ റിവ്യൂ പറയാം എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ല മധുരം, നല്ല മധുരം. അല്ല, ചിലർ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ഒരു മാങ്ങയാണിത്. തൊലി മാത്രം കയ്പുണ്ട്. തൊലി കഴിക്കരുത് ഇതിന്. എങ്ങനെയുണ്ട് പറയാൻ? അടിപൊളിയല്ലേ? പേരെന്താ? ഇതിന്റെ നാസി പസന്ത് എന്ന് പറയും. ഉത്തരേന്ത്യക്കാർ സ്വർണ്ണരേഖ എന്ന് പറയും. സുവർണരേഖ. നമ്മളെ നാട്ടില് നാസി പസന്ത് എന്ന് പറയും. ആ, അന്ന് ഉറക്കത്തുനിന്ന് വിളിച്ചോണ്ട് ഞങ്ങളാണ്. എന്തായാലും നമ്മള് തലക്കെടുത്തൂരുന്ന്. എന്താ പേര് പറഞ്ഞ? അൻവർ, നാസർ. ഇല്ല, നിങ്ങളെ ജലീല്. തലക്കെടുത്തുനിന്ന് അതിരാവിലെ വന്ന ഗസ്റ്റ്. അവർക്ക് ആദ്യം കണി കണ്ടതിന് വിഷുവായിട്ട് കണി കണ്ടത് നമ്മുടെ ചിന്നരസാലുമാണ്. കത്തിയൊന്നും ഇല്ല, ചെറിയ നമ്മളെ ഗ്രാഫ്റ്റിംഗ് കത്തി ഉപയോഗിച്ചിട്ടാണ് കുടിക്കുന്നത്. കഴിച്ചു നോക്കി. പക്ഷെ വലിയൊരു ടോപ്പ് മാങ്ങന്നൊന്നും പറയല്ല. ആവറേജ് മാങ്ങയാണ്. ആന്ധ്രന്റെ നല്ല ഫൈബറാണ്. നിറയെ നാരുകളാണ്. ഒരു മാങ്ങ 2-3 ആൾക്ക് കഴിക്കാം. 2 ആൾക്ക്. അതാണ് നമ്മളെ ചിന്ന രസാലു എന്ന് പറഞ്ഞ മാങ്ങ കേട്ടാ. എല്ലാം ഞാൻ തന്നെ സാധാരണ മുറിച്ച് തിന്ന് പറയാറുള്ളത്. അല്ല, ഇവിടെ വരുമ്പോ ആരാ വരുന്നത്, എന്താ കിട്ടുന്നത്, അത് അവർക്കുള്ളതാ. അതിന്റെ അഹല അവരാ. ഇന്നത്തെ ഭാഗ്യം അമ്മക്കാണ്. ഇന്നത്തെ അന്ന് തുറന്നതിന് കണി കാണുള്ളതാ. അതൊക്കെ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഗാർഡനിൽ വന്നിട്ട് ഒരു റിവ്യൂ ചെയ്യാൻ പറ്റിയല്ലോ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുറെ ദിവസമായിക്കാണ് വരണം വിചാരിക്കൽ തുടങ്ങിയിട്ട്. ഏതായാലും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വേറെ വരണുണ്ട്. ചെമ്മാട്, എല്ലാരും ചെമ്മാട്ടുകാർ തന്നെയാണ്. ചെമ്മാട് നമ്മളൊരു സ്നേഹിതനുണ്ട് പള്ളിക്കല്, ഭാവാനൊക്കെ പരിചയമല്ലോ. അറിയാം. യൂട്യൂബ് ചാനലില് നിരന്തരമായിട്ട് കാണുന്ന ആളുകളാണ്. ഓക്കെ, വളരെ സന്തോഷം. 3 ടേസ്റ്റ് വാങ്ങണം. അതിന്റെ സൈസ് ഒന്ന് എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഇപ്പൊ പൊട്ടിച്ച് വെച്ചിട്ടുള്ളൂ. ഇത് ചിന്ന രസാലു എന്ന് പറഞ്ഞ മാങ്ങയാണ്. ആന്ധ്രന്റെ. ഒരു മാങ്ങ നിങ്ങൾ കൊണ്ടുപോയിക്കോളെ. എന്നിട്ട് എല്ലാരും കൂടെ പഴിപ്പിച്ചിട്ട് നാംഡോക്കി ഗോൾഡ്. ചെറിയ തൈയാണ്, ഡ്രമ്മിൽ വെച്ചതാണ്. ഇതൊക്കെ ഒരു 10 റുപ്യ വരും.
ഇതിന്റെ ഒരു ചെറിയ ഐറ്റംസ്. ഏതായാലും റസാഖ് ഭായിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഡ്രമ്മില് മാവിനെ വളരെ മനോഹരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കുന്നത്, എത്രപോലെ കായ്ച്ചിരിക്കുന്നത്, കൂടുതൽ കായ്ച്ചു നിൽക്കുന്നത്, നല്ല മനോഹരമായിട്ട് അതിനെ സംരക്ഷിച്ചിരിക്കുക, ഇതൊക്കെ എല്ലാവർക്കും കാണാനും പഠിക്കാനും ഒരു മാതൃകയുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി നല്ല ഇനം മാവുകളെ നമുക്ക് കാണാനും കായ്ച്ചു നിൽക്കുന്നത് പരിചയപ്പെടാനും ഒക്കെ നമുക്ക് റസാഖ് ഭായിന്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ല ഒരു സന്തോഷം പകരുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ മാവിനെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഒരു യാത്ര എനിക്ക് ഒരു നല്ലൊരു അനുഭവമാണ് ലഭിച്ചത്. ഒത്തിരി കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചോൺസന്റെ മാങ്ങനെ അതൊന്നും എടുത്തു പറയണം. നമുക്കറിയാം കേരളത്തിൽ ഇതുവരെ എവിടെയും ചോസ കായ്ച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ചൗസ, ഞാനൊക്കെ ഗൾഫിലായിരുന്ന ഇഷ്ടംപോലെ കഴിക്കുന്ന മാങ്ങയാണ്. വിദേശത്തുള്ളവർക്ക് ചൗസയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ആ മാങ്ങ റസാഖ് ഭായിയുടെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്ന ഒരു അപൂർവ കാഴ്ച കാണാനായിട്ട് കഴിഞ്ഞു. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു 3 ടേസ്റ്റ് മാങ്ങയാണ്. 3 ടേസ്റ്റ് മാങ്ങ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമ്മളൊരു ഉന്നം വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാമെന്ന് മാത്രം. പിന്നെ അണ്ണാൻ്റെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവറിട്ട് വെച്ചാണ്. പക്ഷേ ഈ കവറിലൊന്നും കാര്യമില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവരെ ഹൈഡ് ചെയ്യണം, അവരെ മറച്ച് വെക്കണം. അങ്ങനെ 3 ടേസ്റ്റ് മാങ്ങ. അതിൻ്റെ നീളം കണ്ടില്ല, നമ്മളെ കയ്യിൻ്റെ ഏകദേശം പകുതി ഉണ്ട്, ഏകദേശം ഈ വലിപ്പം ഉണ്ടത്. അപ്പോൾ പഴുത്തിട്ടില്ല, ഞാൻ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല. ഇതാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത്. നമ്മളിത് കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു മാവാണ്. അപ്പോൾ ഇത് 3 ടേസ്റ്റ് മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കുള്ള നമ്മളെ കോക്കനട്ട് മാങ്കോ ആണ്. കോക്കനട്ട് മാങ്കോ കുറച്ചും കൂടെ ആവാണ്ടെന്ന് തോന്നുന്നു, ആയിട്ടില്ല. ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ തന്നെ 1 കിലോൻ്റെ മേലെ ഉണ്ട് തൂക്കം. ഓക്കെ, ഇതാണ് കോക്കനട്ട് മാങ്കോ. ഗ്രീൻ ഐവറിയും നമ്മളെ എന്താ പറയുക 3 ടേസ്റ്റ് മാങ്ങ കാഴ്ചയിലൊക്കെ ഏകദേശം ഒരേപോലെയാണ്. കുറച്ച് വലുപ്പത്തിൻ്റെ വ്യത്യാസമാണ് കാണുന്നത്. ഇനി ഇത് വലുതാവുമോ എന്നുള്ള അറിയില്ല, കാരണം നമുക്കതിൻ്റെ പേരുകളൊന്നും ഔദ്യോഗിക പേരുകളല്ലാത്ത കാരണം 3 ടേസ്റ്റ് മാങ്ങ എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ തപ്പിയാലൊന്നും നമുക്ക് അങ്ങനെ ഒരു മാങ്ങ കാണില്ല. അപ്പോൾ ഇത് നമ്മളെ ഗ്രീൻ ഐവറിയാണ്. ഐവറി മാങ്ങേൻ്റെ റെഡ് ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് കാണുന്നത്. ഞാൻ എന്തായാലും ഇത് മുറിച്ച് നോക്കിയിട്ട് പഴുത്തതിന് ശേഷം ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് 3 ടേസ്റ്റ് മാങ്കോൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. നല്ല ചൂടാണ്. അത് നമ്മളൊരു മുന്തിരി മാങ്ങയാണ്. മുന്തിരി മാങ്ങ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗാർഡനിലെ ഒരു അവസ്ഥ. നല്ല ചൂടാണ്, എല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ മുസമ്പിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പൂവിട്ടതായിരുന്നു, കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. കുറച്ച് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആഫ്രിക്കൻ്റെ വലൻസിയാണ്. ആഫ്രിക്കൻ്റെ വലൻസിയന്മാർ നിറയെ പൂവിട്ടിരുന്നു, നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഒരു 10-20 ഓറഞ്ചാണ് ഇപ്പോൾ ഇതിന്മേൽ ശരിക്കും പിടിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.